ഹായ് ഹലോ എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്ക് ക്രിസ്മസിനും ദീപാവലിക്കൊക്കെ വേണ്ടി വീട് ഡെക്കോർ ചെയ്യാൻ പറ്റിയ ഒരു 2-3 ഐഡിയാസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ആദ്യത്തെ ഇതിൽ സ്പൂണാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. സ്പൂൺ എടുത്തിട്ട് ഇതാ ഒരു സ്പൂൺ 2 സ്പൂണുകൾ എടുത്തിട്ട് ഇതാ ഇതേപോലെ വെച്ചിട്ട് ഒരു സ്പൂൺ കുറച്ച് വലുതാക്കിയിട്ടും ഒരു സ്പൂൺ ചെറുതാക്കിയിട്ടും കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ രണ്ടിൻ്റെയും സൈസ് കണ്ടോ ഡിഫറെൻ്റ് ആണ് കേട്ടോ, കുറച്ച് ഇതായിട്ടും. എന്നിട്ട് രണ്ട് സൈസുകളിലും സ്പൂൺ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരെണ്ണം കുറച്ച് നീളത്തിലും ഒരെണ്ണം കുറച്ച് നീളം കുറച്ചിട്ടുമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അതിന് ശേഷം കണ്ടോ ഈ ഒരു സൈസിൽ പിന്നെ നമ്മളൊരു റൗണ്ട് പീസ് ഒരു കാർഡ് ബോർഡിൽ വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം റൗണ്ട് മാർക്ക് ചെയ്യുക, എന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഇതേപോലെ ഒന്ന് നമുക്കൊരു റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഗ്ലൂ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഗ്ലൂവിൽ നിന്ന് നമ്മുടെ ഈ ഒരു സ്പൂൺ ഉണ്ടല്ലോ, അത് ആദ്യം വലുത് വയ്ക്കുക, പിന്നെ ചെറുത് വയ്ക്കുക, അങ്ങനെ റൗണ്ടിൽ വെച്ച് കൊടുക്കുക കേട്ടോ. സെൻറ്ററിലത്തെ ആ റൗണ്ട് നമ്മൾ ലീവ് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി പോർഷനിലാണ് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരെണ്ണം വലുത് ഒരെണ്ണം ചെറുത് അങ്ങനെ വെക്കുക കേട്ടോ. അപ്പോൾ സ്പൂണിൻ്റെ ആ ഒരു എൻഡ് ഭാഗം ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഈ ഗ്ലൂ വയ്ക്കുന്ന ഭാഗം, അത് അടുത്തടുത്തടുത്ത് വരുന്ന വിധത്തിൽ ഒട്ടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പ് വരും കേട്ടോ. അപ്പുറത്തെ സൈഡ് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സംഭവം അടുത്തടുത്തായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. അതേപോലെ പിന്നെ ഒന്ന് ചെറുതോ ഒന്ന് വലുതോ അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ റൗണ്ട്, എത്രയാണോ സെൻറ്റർ ഭാഗം വരുന്നത് അവിടെ ഒരു ചെറിയ റൗണ്ട് എടുത്തിട്ട് നമ്മൾ ഇതേപോലെ കുറച്ച് സ്പൂണും കൂടെ കട്ട് ചെയ്തെടുത്ത് ഇതേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലോട്ട് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഒരു സ്പൂണിൻ്റെ ഭാഗം കവർ ചെയ്തെടുത്തു കേട്ടോ. ഇനി നമുക്കിത് ഇതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. നമ്മളിവിടെ സ്പ്രേ പെയിൻ്റ് ആണ് കേട്ടോ, ഗോൾഡൻ സ്പ്രേ പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഇത് എടുക്കാം. ഗോൾഡൻ ആകുമ്പോൾ നമുക്ക് ക്രിസ്മസിൻ്റെ തീമിനും ദീപാവലിയുടെ തീമിനും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ ഒരു ഗ്ലാസ് ഫ്രെയിം എന്തെങ്കിലും വെച്ച് ഡെക്കോർ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനത്തെയൊക്കെ വെച്ച് ഡെക്കോർ ചെയ്യാം. അപ്പോൾ ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് ദീപാവലിക്കും ക്രിസ്മസിനും വേണ്ടിയിട്ട് ഒരു കാൻഡിൽ വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഡെക്കോർ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ലുക്കായിരിക്കും കാണാനായിട്ട്. കാൻഡിൽ കത്തിച്ച് വയ്ക്കുമ്പോൾ നല്ല രസമായിട്ട് ഭംഗിയായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പല സാധനങ്ങൾ വെച്ച് നോക്കി, പക്ഷേ ഒന്നുമില്ല. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് നമുക്കിത് വേറൊരു സംഭവം കൂടെ ആക്കാം. നമ്മുടെ വോൾ ഡെക്കോർ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ സെൻറ്ററിൽ എന്തെങ്കിലും പീസ് വെച്ചിട്ട് ബാക്കിൽ ഒരു ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് വോളിൽ ഡെക്കോർ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ദിവാലി ആൻഡ് ക്രിസ്മസ് സെലിബ്രേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു അടിപൊളി വോൾ ഡെക്കോറായിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ വോൾ ഡെക്കോറൊക്കെ സെൻറ്റർ പോയിന്റിലൊക്കെ കിട്ടുന്നതാണ്, ഹോം സെൻറ്ററിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തൊക്കെ അടുത്ത ഡെക്കോർ നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ ഒരു ക്യാപ്പ് വെച്ചിട്ടാണ് കേട്ടോ. കുറച്ച് വലിയ ക്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്കതെടുക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാപ്പായാലും മതി കേട്ടോ. എന്നിട്ട് ക്യാപ്പ് ഒരു കാർഡ് ബോർഡുമേ വെച്ചിട്ട് അതിൻ്റെ ഒരു റൗണ്ട് പീസ് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കറക്റ്റായിട്ടുള്ള ആ ഒരു സർക്കിൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. എക്സസ് ആയിട്ടുള്ളതൊക്കെ കട്ട് ചെയ്ത് കളയുക, കറക്റ്റായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിതാ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഓൾറെഡി നല്ല കളറായതുകൊണ്ട് പെയിൻറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കാർഡ് ബോർഡ് മാത്രം പെയിൻറ്റ് ചെയ്താൽ. പക്ഷേ എനിക്കൊരു വൈറ്റ് ബേസ് വേണമായിരുന്നു. അതുകൊണ്ട് തന്നെ വൈറ്റ് പെയിൻറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒരു ലേസ് എടുത്തിട്ടുണ്ട്. ലേസ് ഇതിലോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലേസ് താഴത്തെ ഭാഗം അതേപോലെ മുകളിലത്തെ ഭാഗം കുറച്ച് കൂടുതലുമായിട്ടാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് താഴത്തെ ഭാഗം ട്രിം ചെയ്ത് ലെവൽ ചെയ്തൊക്കെ കൊടുക്കാം, വേണമെങ്കിൽ താഴോട്ട് കവർ ചെയ്തൊക്കെ കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിൽ കണ്ടോ ഒരു ഡിസൈൻ ഉണ്ട്. ആ ഡിസൈൻ അനുസരിച്ചിട്ട് നമ്മളിങ്ങനെ വെട്ടി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡിസൈൻ നമുക്ക് കിട്ടാൻ കൂടി വേണ്ടിയിട്ടാണ്. എന്നിട്ട് സൈഡുകൾ നമ്മൾ ഇതേപോലെ ലൈറ്റർ വെച്ച് ഉരുക്കി കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു ഡിസൈൻ ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് വരും. അതേപോലെ തന്നെ നെറ്റ് പിന്നെ വലിഞ്ഞു പോകാത്ത ഒക്കെ ഇരിക്കും. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ട് ലൈറ്റർ വെച്ച് ഇതേപോലെ ചെയ്യാം. അതിന് ശേഷം ക്യാൻഡിലും കൂടെ വെച്ച് കൊടുത്ത ക്യാൻഡിലോ ദിയോ ഒക്കെ വെച്ച് കൊടുത്ത് നമുക്ക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ദീപാവലി തീമിലാണെങ്കിൽ അങ്ങനെ, ഇനിയിപ്പോൾ ക്രിസ്മസ് തീമിലാണെങ്കിൽ റെഡ് കൊടുത്തിട്ട് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് ഇരിക്കുക. ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്തിട്ട് കാണാം. ഇതേപോലെ നല്ല ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത് ദീപാവലിക്ക് മാത്രമല്ല കേട്ടോ, ക്രിസ്മസിനെ നമ്മുടെ സെൻറ്റർ ടേബിളായിട്ട് ഡെക്കോർ ചെയ്ത് വെക്കാൻ, ഡൈനിങ് ടേബിളൊക്കെ നമ്മൾ ഡെക്കോർ ചെയ്യില്ലേ, അതിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരെണ്ണം. ഇനി അടുത്ത ഐഡിയ എന്താണെന്ന് കാണാം. തേർഡ് ഐഡിയയ്ക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ടേപ്പിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഈ ഒരു റോളും അതേപോലെ തന്നെ പെയിൻറ്റിൻ്റെ ബോട്ടിലുമാണ്. അപ്പോൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം പെയിൻറ്റ് ബോട്ടിലിൻ്റെ ക്യാപ്പ് എടുത്തിട്ട് ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വന്നിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ബോട്ടിലും കൂടെ ഒട്ടിച്ച് കൊടുക്കുക. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരു സ്മൈലെങ്കിലും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ സന്തോഷമായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണേ, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും. അപ്പോൾ അതിനൊരു സ്പ്രേ പെയിൻ്റൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്ലൂവിൻ്റെ ഒരു ഇത് പുറത്തോട്ടൊക്കെ വന്ന ലുക്ക് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റോൺ ലേസും കൂടെ ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലൊരു അടിപൊളി ഡെക്കോറായിട്ട് ടേബിൾ ഡെക്കോറായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്തു.